Hi students, welcome back. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് നോക്കാം. Then, what are the factors on the capacitance of a capacitor depends? ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ വാല്യൂവിനെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുക? 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. കപ്പാസിറ്റൻസ് നമുക്കറിയാലോ, C is equal to epsilon 0 A divided by D. ഏതൊക്കെ ഫാക്ടേഴ്സിനെ അഫക്ട് ചെയ്യാം? ഏരിയ, രണ്ട് പ്ലേറ്റിന്റെയും ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ D എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, രണ്ട് പ്ലേറ്റിനും ഇടയിലുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. എപ്സിലൺ 0 എന്ന് പറയുന്ന മീഡിയം ആണ് അല്ലെ, ഇവിടെ എയർ ആണ്, വേറെ മീഡിയം വെച്ചാൽ ആ മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോ 3 കാര്യങ്ങൾ പറയാം: ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ ആൻഡ് എന്തോരം മീഡിയം ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ. 3 കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുക. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ദ ടേം ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദ മീഡിയം. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് നമ്മൾ പറഞ്ഞു, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനെ K എന്നും എഴുതാം, എപ്സിലൺ R എന്നും എഴുതാം. ഓക്കെ, ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനെ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എപ്സിലൺ ഇസ് ഈക്വൽ ടു, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കൂളംസ് ലോയിൽ പറഞ്ഞതാണ്, എപ്സിലൺ ഇസ് ഈക്വൽ ടു എപ്സിലൺ 0 ഇൻറ്റു എപ്സിലൺ R ആണ് അല്ലെ. അപ്പൊ എപ്സിലൺ R ഇവിടെ നിന്ന് എടുക്കാലോ. എപ്സിലൺ R ഇസ് ഈക്വൽ ടു എപ്സിലൺ ഡിവൈഡഡ് ബൈ എപ്സിലൺ 0. അപ്പൊ നോക്കിയേ, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ആണ് അല്ലെ. റേഷ്യോ ഓഫ് എപ്സിലൺ എന്ന് പറഞ്ഞ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. എപ്സിലൺ എന്ന് പറയുന്നത് എന്താണ്? അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. ആൻഡ് ഇതുവരും പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓഫ് ഫ്രീ സ്പേസ്. എപ്സിലൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓഫ് ഫ്രീ സ്പേസ്. അപ്പൊ എങ്ങനെ പറയാം? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് absolute permittivity and permittivity of air or free space, like epsilon divided by epsilon 0. Okay, ഇനി പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് ദ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ. ഇക്വലന്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇക്വലന്റ് കപ്പാസിറ്റൻസ് കാണാം. ഇത് രണ്ടും എങ്ങനെയാണ്? 4ഉം 12ഉം ഏത് കണക്ഷൻ ആണ്? സീരീസ് ആണോ പാരലൽ ആണോ? പാരലൽ കണക്ഷൻ ആണ്. പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് എളുപ്പമാണ് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് C1 പ്ലസ് C2 അല്ലെ. അപ്പൊ 12 പ്ലസ് 4 ഇസ് ഈക്വൽ ടു എത്ര വരും? 16 എന്ന് വരും അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? മാറ്റി നമുക്ക് 16 മൈക്രോ ഫാരഡ് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോ 12 പ്ലസ് 4 അല്ലെ 16 വന്നു. അപ്പൊ 16 മൈക്രോ ഫാരഡ് പാരലൽ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. 16 മൈക്രോ ഫാരഡ്. ഓക്കെ, ഇനി 6ഉം 3ഉം അവയും തമ്മിൽ എങ്ങനെയാണ്? പാരലൽ ആണ്. ഒന്നിന് താഴെ ഒന്നായിട്ടല്ലേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ വരുന്ന ചാർജ് ഇങ്ങനെ രണ്ടായിട്ട് പോയേക്കും അല്ലേ. അപ്പൊ പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പൊ അത് എത്ര വരും? 6 പ്ലസ് 3 9 അല്ലെ. അപ്പൊ ഇതിനെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 9 എന്ന് അറേഞ്ച് ചെയ്യാം. ഇവിടെ 9 മൈക്രോ ഫാരഡ്. ഓക്കെ, ഇനി ഇവ മൂന്നും തമ്മിൽ എങ്ങനെയാണ്? സീരീസ് ആണ്. സീരീസ് ആകുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കേണ്ടി വരും അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1/C സീരീസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. ദാറ്റ് ഈസ് 1/9 പ്ലസ് 1/16 അല്ലെ. 1/16 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ഡിവൈഡഡ് ബൈ 5 ആണ്. അപ്പൊ 6 ഡിവൈഡഡ് ബൈ 5 മേളിലേക്ക് എഴുതാലോ. ഓക്കെ, 6/5 മൈക്രോ ഫാരഡ് നമുക്ക് ലാസ്റ്റ് എഴുതിയാൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു 1/CS അല്ലെ. ഇനി ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം? നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. കാൽക്കുലേറ്ററിൽ ഇട്ട് അടിക്കുക അല്ലെ, ആൻസർ എഴുതുക. അപ്പൊ 1/9 പ്ലസ് 1/16 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 6 എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാന്ന് നോക്കാം. ഓക്കെ, അപ്പൊ കോമൺ ഡിനോമിനേറ്റർ ഒന്ന് വരുത്താൻ നോക്കാം. ഇൻറ്റു 6 അല്ലെ, മേളിലും താഴെ ഇൻറ്റു 6 ഞാൻ ചെയ്തു 1/9. ഇവിടെ 5/6നെ ഞാൻ എന്ത് ചെയ്തു? 9 വെച്ച് ചെയ്തു ഇൻറ്റു 9. ഓക്കെ, അപ്പൊ 9 ഇൻറ്റു 6 ഇസ് ഈക്വൽ ടു 54 എന്ന് കിട്ടി. അപ്പൊ മേളിൽ എത്രയാണ്? 6 പ്ലസ്
ഞാൻ ഈ തേർഡ് ടേമിനെ തന്നെ ചെയ്തിരിക്കുന്ന 9 into 5 45 വന്നു. 45 ഡിവൈഡഡ് ബൈ 54 പ്ലസ് എത്ര വന്നു 1 ഡിവൈഡ് ബൈ 16. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും 45 പ്ലസ് 16 അല്ലെ. ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പൊ ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്ത് എഴുതാം. അപ്പൊ എത്ര വന്നു 51 ഡിവൈഡഡ് ബൈ 54 പ്ലസ് 1 ബൈ 16 എന്ന് കിട്ടി അല്ലെ. ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം 1 ബൈ സി എസ് ഇസ് ഈക്വൽ ടു ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് ക്രോസ് ചെയ്ത് നോക്കാം. ബൈ സി എസ് ഇസ് ഈക്വൽ ടു 51 into 16 plus 54 divided by 54 into 16. കോമൺ ഡിനോമിനേറ്റർ ആക്കി ചെയ്തു. അപ്പൊ സി എസ് ഇസ് ഈക്വൽ ടു നേരെ തിരിച്ച് അല്ലെ. അപ്പൊ സി എസ് ഇസ് ഈക്വൽ ടു 54 into 16 divided by. അപ്പൊ നമ്മൾ 54 into 16 ചെയ്തപ്പോ 864 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ 51 into 16 ചെയ്യുമ്പോൾ 816 എന്ന് കിട്ടും പ്ലസ് 54 അല്ലെ. ഏകദേശം നമുക്കൊന്ന് പറയാം 864 ഡിവൈഡഡ് ബൈ ഇത് എത്ര വരും 0 6 7 വന്നു അല്ലെ 8 870 എന്ന് വന്നു. ഓക്കെ, അപ്പൊ ഏകദേശം 0.9 അടുത്ത് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്തെന്ന് പറയാം 864 870 അല്ലെ. അപ്പൊ അപ്രോക്സിമേറ്റ്ലി 1 മൈക്രോ ഫാരഡിന്റെ അടുത്തേക്ക് വരും അല്ലെ. 1 മൈക്രോ ഫാരഡ്. ശരി, മൈക്രോയിലല്ലേ ക്വസ്റ്റ്യൻ തന്നിരുന്നത്. അപ്പൊ 1 മൈക്രോ ഫാരഡിന്റെ അടുത്തേക്ക് ആൻസർ വരും. അല്ലെങ്കിൽ 0.9 മൈക്രോ ഫാരഡ്. 864/870 വന്നിരിക്കുന്നത്. അപ്പൊ 0.9 സംതിങ് അല്ലെ. അപ്പൊ 1 മൈക്രോ ഫാരഡിന് അപ്രോക്സിമേറ്റ് ചെയ്ത് നമുക്ക് എഴുതുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യേണ്ട വിധം അറിയണം. 2 പാരലൽ ഉണ്ടായിരുന്നു അല്ലെ. 4 മൈക്രോ ഫാരഡും 12 മൈക്രോ ഫാരഡും പാരലൽ ആവുമ്പോൾ കൂട്ടി എഴുതി. ഇവിടെ 6ഉം 3ഉം ആയിരുന്നു, അവ തമ്മിൽ കൂട്ടി എഴുതി 9 ആക്കി. പിന്നെ ഇവ 3ഉം തമ്മിൽ സീരീസ്. എന്നിട്ട് എന്ത് ചെയ്യുക സീരീസ് കോമ്പിനേഷന്റെ ഇക്വേഷൻ കൊടുക്കാം. നിങ്ങൾക്ക് ഇത്രയും സമയമൊന്നും വേണ്ടി വരില്ലല്ലോ. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക ഫൈൻ ആൻസർ കണ്ടുപിടിക്കുക. ശ്രദ്ധിച്ച് വേണം കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനായിട്ട്. 1/9 plus 1/16 plus 5/16 വേണമെങ്കിൽ സെപ്പറേറ്റ് തന്നെ ചെയ്തിട്ട് ഫൈനലി റെസിപ്രോക്കൽ ഒക്കെ എടുത്ത് ചെയ്താലും മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് what is the area of the plates of 0.1 microfarad parallel plate capacitor given that the separation between the plates is 0.1 millimeter അല്ലെ. അപ്പൊ കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട് 0.1 മൈക്രോഫാരഡ്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് തന്നിട്ടുണ്ട് 0.1 millimeter. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റർ നമുക്ക് ഏരിയ ഓഫ് ദ പ്ലേറ്റ്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏരിയ കണ്ടുപിടിക്കാൻ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താ C is equal to epsilon 0 A divided by D. അപ്പൊ ഏരിയ A is equal to നമുക്ക് എങ്ങനെ എഴുതാം C into D divided by epsilon 0 അല്ലെ. C എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണല്ലോ 0.1 മൈക്രോ എന്ന് പറയുമ്പോൾ 10⁻⁻6 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത് 0.1 മില്ലിമീറ്റർ. 0.1 മില്ലിമീറ്റർ, മില്ലി എന്ന് പറയുമ്പോൾ 10⁻³ ഡിവൈഡഡ് ബൈ എപ്സിലൺ 0 എന്ന് പറയുമ്പോൾ 8.85 ഇൻറ്റു 10⁻12. അപ്പൊ -6 -9 ഉണ്ട്. അപ്പൊ അത് പോയി കഴിയുമ്പോൾ എത്ര വരാം 10⁻- എത്ര വരാം 3. താഴെ 10⁻³ വന്നു. ആ -3 നമ്മൾ മേളിലേക്ക് എടുത്ത് എഴുതാണ്. മേളിലേക്ക് എടുത്ത് എഴുതുമ്പോൾ 0.1 ഇൻറ്റു 0.1 അപ്പൊ എത്ര വരും 0.01 അല്ലെ. 0.01 ആണ് ഇൻറ്റു 10⁻³ വരും. -3 താഴെ നിന്ന് മേളിലേക്ക് കയറി വരികയാണ്. ഇൻറ്റു 8.85 നമുക്ക് 9 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് എങ്ങനെ എഴുതാം 0.01 ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും 10 എന്ന് കിട്ടൂലേ. പോയിന്റ് പ്ലേസ് 2 എണ്ണം കഴിഞ്ഞ് പിന്നെ ഒരു 0 കൂടെ ഉണ്ടല്ലോ. അപ്പൊ 10. അപ്പൊ നമുക്ക് അവിടെ നിന്ന് 10 ഡിവൈഡഡ് ബൈ എത്ര വരും 9. ഏരിയ ഇസ് ഈക്വൽ ടു 10/9 എന്ന് വന്നു. 10/9 ഇസ് ഈക്വൽ ടു എത്ര വരും 1 പോയിന്റ് അല്ലേ വരിക അല്ലെ. അപ്രോക്സിമേറ്റ്ലി 1.1 അങ്ങനെ പോവും. അത്രയും എന്ത് വരും മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോ ഏരിയ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നറിയാലോ. ഇക്വേഷൻ അറിയാം, പിന്നെ നമ്മൾ ഇന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം.
Three capacitors are connected to 12-volt battery as shown in figure. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 3 capacitorsനെ നമുക്ക് 12-volt battery ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. What is the effective capacitance of the combination? ഈ കോമ്പിനേഷന്റെ effective capacitance എത്രയാണെന്നാണ് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഈ 4ഉം 2ഉം തമ്മിൽ എങ്ങനെയാണ്? പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലൽ ആണെങ്കിൽ നമ്മൾ C1 പ്ലസ് C2 ആണെന്ന് അറിയാം. ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ 2 പ്ലസ് 4 ഇസ് ഈക്വൽ ടു എത്ര വരും? 6 ആണ് അല്ലെ. ഇവിടുത്തെ എഫക്റ്റീവ് എന്ന് പറയുന്നത് 6 ആണ്. 6 മൈക്രോ ഫാരഡ് ആണ്. ഇനി 6ഉം 3ഉം തമ്മിൽ എങ്ങനെ വരും? സീരീസ് ആണ്. അപ്പൊ 1/CS ഇസ് ഈക്വൽ ടു എത്ര വരും? 1/C1 പ്ലസ് 1/C2. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം? CS is equal to C1 C2 divided by C1 plus C2. അതല്ലേ എളുപ്പം. ഓക്കെ, അപ്പൊ അല്ലെ C1 C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 into 6 divided by 6 plus 3 that is equal to 18/9. 18/9 എന്ന് പറയുമ്പോൾ 2 അല്ലെ, 2 മൈക്രോ ഫാരഡ്. അപ്പൊ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്ര കിട്ടി? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് is equal to 2 മൈക്രോ ഫാരഡ്. എങ്ങനെയാ വന്നതെന്ന് അറിയാലോ? 2ഉം 4ഉം തമ്മിൽ പാരലൽ ആണ്. അപ്പൊ പാരലൽ കോമ്പിനേഷനിൽ എങ്ങനെ വരും? C1 പ്ലസ് C2. അപ്പൊ എത്ര വന്നു? 4 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 6. ഇനി ആ കിട്ടിയിരിക്കുന്ന 6ഉം 3ഉം തമ്മിൽ എങ്ങനെയാണ്? സീരീസ് ആണ്. സീരീസ് കോമ്പിനേഷൻ ആകുമ്പോൾ 1/CS ഇസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2, അല്ലെങ്കിൽ CS ഇസ് ഈക്വൽ ടു C1 C2 ബൈ C1 പ്ലസ് C2 ചെയ്യാം. അപ്പൊ അവർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടി. എത്രയാണ്? 2 മൈക്രോ ഫാരഡ് എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, what is the potential difference across 2 microfarad? 2 microfarad capacitor എന്ന് പറഞ്ഞാൽ ഈ microfarad capacitor across ആയിട്ടുള്ള potential difference ആണ് അറിയേണ്ടത്. ഓക്കെ, potential difference അറിയാനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് വരുന്ന ചാർജ് എത്രയാണെന്ന് നോക്കാം അല്ലെ. ചാർജ് എങ്ങനെയാ കണ്ടുപിടിക്കാം? 2 എത്ര വരും? C into V. Effective capacitance 2 microfarad ആണ്. അപ്പൊ 2 into 10 raised to minus 6 into V. V എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ എത്ര വരും? 24 into 10 raised to minus 6. അത്രയുമാണ് ഇവിടുത്തെ, അത്രയും കൂളുംബാണ് അവിടുത്തെ എന്തെന്ന് പറയാം? ചാർജ് എന്ന് പറയാം. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 മൈക്രോഫാരഡ് കപ്പാസിറ്റർ. ഇവിടുത്തെ നമുക്ക് എന്ത് വരും? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അറിയാം. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണ്? 6 മൈക്രോ ഫാരഡ് ആണ്. ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് അറിയാം. 24 into 10 raised to minus 6 ആണെന്ന് നമുക്ക് അറിയാം. അത്രയും കൂളംബാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കൂളം ചാർജ് ഈ 6 മൈക്രോ ഫാരഡ് നമ്മളിപ്പോ സെപ്പറേറ്റ് അല്ല എടുക്കുന്ന, ഒറ്റയടിക്ക് എടുക്കുകയാണ്. അപ്പൊ എന്ത് വരും? 6 മൈക്രോ ഫാരഡ് കപ്പാസിറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കാം. ഈ പോയിന്റില് അപ്പൊ Q is equal to എന്ത് വരും? C into V ആണ്. അവിടുന്ന് V is equal to എന്ത് വരും? Q divided by C എന്ന് എഴുതാം. Q എത്രയാണ്? 24 into 10 raised to minus 6 ആണ്. ഡിവൈഡഡ് ബൈ, ഞാനിവിടെ C എന്ന് ഉദ്ദേശിച്ചത് ഈ പോർഷനിലാണ്. അപ്പൊ അതെന്ത് വരും? 6 അല്ലെ. 6 മൈക്രോ ആണ്. 10 raised to minus 6. minus 6 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? 4 24. അപ്പൊ പൊട്ടൻഷ്യൽ എത്ര വരും? 4 ആണ് അല്ലെ. അപ്പോ 4 വോൾട്ട് എന്ന് നമുക്ക് കിട്ടി പൊട്ടൻഷ്യൽ. ഇനി നോക്കിക്കേ, ഈ 4 വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ എങ്കിൽ നോക്കിയാ ഇവിടുത്തെ ഇത് രണ്ടും എങ്ങനെയാണ്? പാരലൽ കോമ്പിനേഷനിലാണ്. അപ്പൊ പാരലൽ കോമ്പിനേഷനിലാണെങ്കിൽ വോൾട്ടേജ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിന് കിട്ടുന്ന വോൾട്ടേജും ഇതിന് കിട്ടുന്ന വോൾട്ടേജും എന്ത് തന്നെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. അപ്പൊ ഇവിടെ 2 മൈക്രോ ഫാരഡിന് കിട്ടുന്ന വോൾട്ടേജ് കണ്ടുപിടിക്കാനായിട്ട് ഇതിന്റെ രണ്ടിന്റെയും കൂടെ എഫക്റ്റീവ് എടുക്കുക അല്ലെ. കപ്പാസിറ്റൻസിന്റെ എഫക്റ്റീവ് എടുക്കുക. അപ്പൊ 6 മൈക്രോ ഫാരഡ് ആണ്. അപ്പൊ നമുക്കറിയാം Q ചാർജ് അറിയാം, കപ്പാസിറ്റൻസ് അറിയാമെങ്കിൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാലോ. Q/C വെച്ച് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ അവിടെ കിട്ടിയിരിക്കുന്ന എത്രയാണ്? 4 വോൾട്ട് ആണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ 4 വോൾട്ട് കിട്ടുവാണെങ്കിൽ 6 മൈക്രോ ഫാരഡിന് അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്രയാണ്? 4 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനും കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്രയാണ്? അല്ലെ. ഈ കോമ്പിനേഷൻ അക്രോസ് ആയിട്ട് കിട്ടുന്ന വോൾട്ടേജ് ഡ്രോപ്പ് 4 വോൾട്ട് ആണെങ്കിൽ ഇതിനുള്ള വോൾട്ടേജ് പാരലൽ ആണ്. ഇവ രണ്ടും പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇതിനും 4 വോൾട്ട്, ഇതിനും 4 വോൾട്ട്. ഓക്കെ, അപ്പൊ ബാക്കി എത്ര ഇതിന് കാണും? ഈ 3 മൈക്രോ ഫാരഡിന് എത്ര കാണും?
ഇതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. V is equal to എത്ര വരും? V is equal to Q divided by C. Q സെയിം ആണ് അല്ലെ? Q എത്ര വന്നു? 24 into 10 raised to minus 6 ഡിവൈഡ് ബൈ അവിടുത്തെ കപ്പാസിറ്റൻസ് എത്രയാ? 3 അല്ലെ? അപ്പൊ 8 എന്ന് കിട്ടും അല്ലെ? 10 raised to minus 6 ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ എത്ര വരും? 8 വോൾട്ട് ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇതിന് അക്രോസ് ആയിട്ട് 8 വോൾട്ടും കിട്ടും, ഇതിന്റെ കോമ്പിനേഷൻ അക്രോസ് ആയിട്ട് 4 വോൾട്ട് കിട്ടി. അത് തന്നെയാണ് ഓരോന്നും ഷെയർ ചെയ്യുക, കാരണം അവ തമ്മിൽ എന്താണ്? പാരലൽ കോമ്പിനേഷനിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An equipotential surface is a surface with a constant potential. Equipotential surface എന്ന് പറയുന്നത് constant potential ഉള്ള surface ആണ്. What is the amount of work done in moving a 2 microcoulomb charge between the 2 points 3 cm apart on equipotential surface? കണ്ണടച്ച് നമുക്ക് പറയാവുന്ന ഒരു ആൻസർ ആണ്. What about the work done to move a charge from one point to another point in an equipotential surface? തിയറിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. എന്തായിരിക്കും? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0 അല്ലെ? എത്ര സെന്റിമീറ്റർ ഡിസ്റ്റൻസ് മാറ്റിക്കോട്ടെ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ഇഫ് ദ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഈസ് 4 മൈക്രോഫാരഡ്. ഓക്കെ, ഇവ ഈ രണ്ട് കപ്പാസിറ്റേഴ്സും സീരീസ് കോമ്പിനേഷനിലാണ് അല്ലെ? സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ ഈ സിയുടെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെയും ഇക്വലന്റ് കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 4 മൈക്രോഫാരഡ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇക്വലന്റ് കപ്പാസിറ്റൻസ് എങ്ങനെയാ? സീരീസ് കോമ്പിനേഷന്റെ കേസില് CS is equal to C1 C2 divided by C1 plus C2 അല്ലെ? അപ്പൊ നമുക്ക് CS അറിയാം. CS എത്രയാണ്? 4 ആണ്. അപ്പൊ 4 equal to C1 12 ആണ്. 12 into C2 divided by അല്ലെങ്കിൽ 12 into C divided by 12 plus C. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ക്രോസ് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം. അത്ര തന്നെ. അപ്പൊ എത്ര വരും? 4 into 12 plus C equal to 12C. 12 into 4 അല്ലെ? 48 ആണ്. 48 plus 4C is equal to 12C. അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 48 is equal to അല്ലെ? 4C അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 12 minus 4 is equal to എത്ര വരും? 8C അല്ലെ? 4C-നെ 12C-യുടെ ആ സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ 12 minus 4 എത്ര വരും? 8 എന്ന് കിട്ടി. അപ്പൊ C is equal to നമുക്ക് എങ്ങനെ എഴുതാം? 48 divided by 8 അല്ലെ? അപ്പൊ എത്ര വരും? 48 by 8. 8ന്റെ ടേബിൾ നോക്കാം അല്ലെ? എത്ര വരും? 6. അപ്പൊ 6 മൈക്രോഫാരഡ്. ഫൈനലി നമുക്ക് ആ യൂണിറ്റ് അങ്ങ് എഴുതിയാൽ മതി. മൈക്രോഫാരഡിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ 6 മൈക്രോഫാരഡ്. അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാണ്? 6 മൈക്രോഫാരഡ് എന്ന് നമുക്ക് കിട്ടി അല്ലെ? വളരെ ഈസിയാണ്. എന്ത് വരും? 4 മൈക്രോഫാരഡ് ഇക്വലന്റ് കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്. അപ്പൊ CS-ന് പകരം 4 കൊടുക്കാം. ഇനി C1 അവിടെ എത്രയാണ്? 12 ആണ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഒന്ന് ക്രോസ് ചെയ്യാം, ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഈച്ച് കപ്പാസിറ്റർ. ഓരോന്നിലെയും പൊട്ടൻഷ്യൽ ആണ് അറിയേണ്ടത്. ഓക്കെ, പൊട്ടൻഷ്യൽ അറിയാൻ ആദ്യം തന്നെ ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ചാർജ് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം ചാർജ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. Q is equal to നമുക്ക് അറിയാവുന്നതാണ് C into V അല്ലെ? ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Q is equal to C into V ആണ്. അപ്പൊ C എത്രയാ വരിക? C is equal to എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ്. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് അറിയാം 4 മൈക്രോഫാരഡ് എന്നാണ്. 12ന്റെയും 6ന്റെയും എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 4 ആണ്. അപ്പൊ 4 into 10 raised to minus 6 into വോൾട്ടേജ് എത്രയാണ്? 12 അല്ലെ? അപ്പൊ 48 into 10 raised to minus 6 അത്രയും കൂളം ചാർജ് ആണ് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യാം. നമുക്ക് ചാർജ് ഇതിലൂടെ ഉള്ളത് എഴുതാം. എത്രയാണ്? 48 into 10 raised to minus 6. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാലോ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടുപിടിച്ചതല്ലേ? ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ? V is equal to Q divided by C. ഒരെണ്ണത്തിന്റെ കണ്ടുപിടിച്ചാൽ പിന്നെ മറ്റേതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങ് എഴുതാവുന്നതേ ഉള്ളൂ.
ഓക്കെ, അപ്പൊ ക്യൂ ബൈ സി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. V is equal to Q divided by C. നമ്മൾ ആദ്യത്തെ കേസാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. Q എത്രയാണ്? 48 into 10 raised to minus 6 divided by അവിടുത്തെ കപ്പാസിറ്റൻസ് എത്രയാണ്? 12 അല്ലെ? 12 into 10 raised to minus 6. അപ്പൊ എത്ര വരും? minus 6 10 raised to minus 6 ക്യാൻസൽ ചെയ്തു. എത്ര വന്നു? 4 അല്ലെ? അപ്പൊ ഇവിടെ എത്ര കിട്ടി? 4 വോൾട്ട് എന്ന് കിട്ടി അല്ലെ? അപ്പൊ 12 into 4 അല്ലേ 48, അപ്പൊ 4 വോൾട്ട് എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ പോകുന്ന അല്ലെ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? ഈ 12 വോൾട്ടില് എത്ര ഇവിടെ പോയി? 4 പോയി. അപ്പൊ ഇനി ഇവിടെ എത്രയുണ്ട്? 8 ഉണ്ട് അല്ലെ? അപ്പൊ 6 മൈക്രോ ഫാരഡിന് അക്രോസ് ആയിട്ട് എത്ര വരും? 8 വോൾട്ട് വരും. 12 മൈക്രോ ഫാരഡിന് അക്രോസ് ആയിട്ട് എത്ര വരും? 4 വോൾട്ട് വരും. ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി. ഒരെണ്ണം കണ്ടുപിടിച്ചാൽ നമുക്ക് രണ്ടിലേക്കും എഴുതാം. അപ്പൊ ഇതുപോലെ നമുക്ക് നോക്കിയ ഈ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നത് അല്ലെ? അപ്പൊ ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്യാൻ പഠിക്കുക. ആദ്യമേ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണുക. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചാർജ് കണ്ടുപിടിക്കുക. ചാർജ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? എവിടത്തെ പൊട്ടൻഷ്യൽ വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പൊ V is equal to Q by C ആണ്. Q by C വെച്ചിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, മൂന്നാമത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ടു മെറ്റാലിക് സ്പിയേഴ്സ് ഓഫ് സെയിം റേഡിയേ, വൺ ഹോളോ ആൻഡ് വൺ സോളിഡ് ആർ ചാർജ്ഡ് ടു ദ സെയിം പൊട്ടൻഷ്യൽ. വിച്ച് വൺ ഹോൾഡ് മോർ ചാർജ്? ഏതിനാണ് കൂടുതൽ ചാർജ്? രണ്ടിനും സെയിം റേഡിയസ് ആണ് അല്ലെ? ഐഡന്റിക്കൽ സൈസ് ആണ്. ഐഡന്റിക്കൽ സൈസ് ആണെങ്കിൽ രണ്ടിലെയും ചാർജ് എങ്ങനെയായിരിക്കും? രണ്ടിന്റെയും സൈസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടും ഹോൾഡ് ചെയ്യുന്ന ചാർജ് സെയിം പൊട്ടൻഷ്യൽ എന്നും പറഞ്ഞിട്ടുണ്ട്. സെയിം പൊട്ടൻഷ്യലും ആണ്, സെയിം സൈസും ആണ്. അപ്പൊ ചാർജ് എങ്ങനെ തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. രണ്ടും പൊസസ് ചെയ്യുന്ന ചാർജ് എങ്ങനെയാണെന്ന്, രണ്ടിലും ഒരേ ചാർജ് ആണ് എന്ത് ചെയ്യാം? പൊസസ് ചെയ്യാം. ഓക്കെ, പൊട്ടൻഷ്യൽ സെയിം ആണ്. V is directly proportional to, നമുക്കറിയാം V is equal to 1/4 pi epsilon 0 into Q divided by R അല്ലെ? പൊട്ടൻഷ്യൽ സെയിം ആണ്, റേഡിയസ് സെയിം ആണ്. പിന്നെ ഇപ്പൊ ചാർജ് എങ്ങനെയായിരിക്കും? സെയിം തന്നെയായിരിക്കില്ലേ? 1/4 pi epsilon 0 കോൺസ്റ്റന്റ് ആണ്, V കോൺസ്റ്റന്റ് ആണ്, R കോൺസ്റ്റന്റ് ആണ്. അപ്പൊ Q എന്തായേ പറ്റൂ? കോൺസ്റ്റന്റ് ആയേ പറ്റൂ. ഓക്കെ, I think these questions are clear for you. If you like this video, please subscribe and enable the bell button. Thank you.